കടലിൽ ഇറങ്ങണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനാണ്. നീന്താൻ പേടിയായിട്ടാണോ ഇറങ്ങാത്തത്? നീന്താൻ പേടിയായിട്ട് ഇറങ്ങാണ്ട് നിൽക്കുവാണോ? ഞങ്ങൾ മമ്മൂനെ വെയിറ്റ് ചെയ്ത് മീൻ ചുടാൻ വേണ്ടി ഇരുന്നു. അവസാനം മമ്മു വരാത്ത പറഞ്ഞു ഒരു കയ്യിലും മഹന്തി വരില്ലേ. ഇവിടെ അർച്ചന കിടന്ന് ഉറങ്ങുന്നു ഗൈസ്. മഞ്ചേച്ചി ഇപ്പൊ വീഴും. ഇന്നും മമ്മു ഞങ്ങളെ പറ്റിച്ചു. 8 മണി എന്ന് പറഞ്ഞിട്ട് 9 മണിക്ക് വന്ന മമ്മു കാക്ക. ഈ കാറ്റത്ത് ഇവിടെ തീ വെക്കാൻ പറ്റുമോ? ഇന്ന് മമ്മു ഒറ്റയ്ക്കേ ഉള്ളൂ ഗൈസ്. ചിരട്ട, ഓല, കറുപ്പത്ത് അതിലെ കോച്ചിൽ ഓലൊക്കെ കിട്ടി. അമ്മ പറയുന്നു ഈ ഷീറ്റ് എടുക്കാൻ. ഈ കാറ്റത്ത് തീ കത്തിക്കണമെങ്കിൽ ഈ ഷീറ്റ് വേണം. ആ അവിടൊക്കെ മറിച്ചിങ്ങനെ കുത്തുവാണെങ്കിൽ. അപ്പൊ സൈറ്റിണ്ട് വരാന്ന് ഉറപ്പാ. നിങ്ങളെ കൂടെയുള്ള കുഞ്ഞോവി നിങ്ങൾക്ക് അറുപ്പുറം തന്നല്ലേ കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഫിരിയൻ അവിടൊക്കെ എവിടൊക്കെ വെച്ച് ചുട്ടാ മതി. ഞാന് എന്നെയുണ്ട് ഫിരിയൻ അവിടൊക്കെ എവിടൊക്കെ വെച്ച് ചുടണ്ടി മുറ്റത്തൊക്കെ. മോയി 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 സഹായിച്ച റസീൻ വരും. നമ്മ തീ കാണിക്കൂ. ഇത് നിറയെ അവിടെ എത്തിനത്തൊക്കെ സൈറ്റൊക്കെ പിടി. ഇപ്പൊ കാണ്ടി തീയും കൊണ്ട് ഞങ്ങൾ ദീപം പറഞ്ഞു പോവുക. മടുത്ത് വീഴരുതേ. റിയാസ് വന്നില്ലു. ഇങ്ങളെ മേലൊക്കെ എത്തരുതേ. ഓല 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 വല ഓല വല ഉള്ള ഈനൊക്കെ തീ എത്തരുതേ. ഈനൊക്കെ തീ എത്തിയാ പോയി. ഇവിടെ മൊത്തം തീ പിടിത്തം. അത് കത്തിക്കോളൂ. കൈയടിക്കുവിനും പ്രോത്സാഹിപ്പിക്കുവിനും. ഇതേ കുലഞ്ഞി. ആ ഇതിനെ കുലഞ്ഞിന്നാ പറയുന്നത്. വേറെയും വേണമോ? ചിരട്ട വേണ്ട. ആകെ കൊല്ലിട്ട് എടുത്തിട്ടൂടല്ലോ. അപ്പുറത്ത് നിങ്ങൾ അപ്പുറത്ത് നിറച്ച ചിരട്ട ഇല്ലല്ലോ. അങ്ങനെ ഡോക്ടർ റിയാസും പാർട്ടിസിപ്പേഷൻ ജോയിൻ ചെയ്തു. ചിരട്ടയിൽ മാത്രം തീ എത്തത്തില്ല, ഓലയിൽ മാത്രമേ ഉള്ളൂ. നിറയണ്ടേ? ഓക്കെ തീ ആളിക്കത്തുന്നു. ചിരട്ട കിട്ടും ഒരു കൂട്ടാ. ആകാംക്ഷഭരിതം നോക്കി നിൽക്കുന്ന രണ്ടുപേർ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്ന ഡോക്ടർ റിയാസ് അതുപോലെ ചെയ്യുന്നു. ചിരട്ട വെക്കാൻ പഠിപ്പിക്കുന്നു ഗൈസ്. ചിരട്ട വെക്കാൻ പഠിപ്പിക്കുന്നു. കോൾ നമ്പർ പറയൂ. ഡോക്ടർ റിയാസ് ഫഹദിന്റെ ഫോട്ടോ എടുക്കുന്നു. പോസ്റ്റ് പിന്നെ നോക്കിയിട്ടുണ്ടായിട്ട് ഈ അവസാനം കനല് റെഡി ആയിട്ടുണ്ട്. മീൻ വെക്കുന്നില്ല. മീൻ വെക്കൂ.
ഓക്കെ, നമ്മൾ മീൻ വെക്കാൻ പോകുന്നു. ഇന്നലെ മസാല ഇട്ട് വെച്ച മീനാണിത്. ഓക്കെ, വന്നേ. ഇതെന്താ ഈ മീനിന്റെ പേരെന്താ? ഫറഡെ. എന്നെ വ്ളോഗിനോട് ഇന്നട്ടിക്കാട്ടി മീൻ ഇതാഞ്ഞു പോലും. ആ, ഇത് തന്നെ ഫറഡം. ആ ഉമ്മ ഒല്ലീനി ആഞ്ഞ ഫറഡങ്ങന്ന്. കൈ 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 സൂക്ഷി, ശ്രദ്ധിച്ചു. കൈ ഇട്ടൂട്ടേ, എവിടെക്കായാലും വീണോളൂന്നില്ല. ഇവ എന്നിട്ട് ഇപ്പൊ പിടിച്ചത്. ഞാൻ കരുതി മീൻ ലൈവാണോന്ന് ചോദിച്ചതാണെന്ന്. ഈന കൂടെ കായ് ഇതാൻ കിട്ടോണ്ടേ. കായ് ഇവിടെ നമ്മൾ തേങ്ങ പറക്കണം. ഞങ്ങൾ തേങ്ങ പെറുക്കാൻ വന്നതാണ്. എവിടെ നിന്ന് ഒരു തേങ്ങ കിട്ടി? നിങ്ങളെ തേങ്ങയാ? കനങ്ങുണ്ടാ ഈ മുനി? ഇത് ഉണങ്ങിയതല്ല. ആ, അത് മതി. ഏതാങ്ങൊന്ന് എടുത്തോ. കൂട്ടത്തിന് കനങ്ങുള്ളി നോക്കി എടുത്തു. ആ, അത് നോക്കട്ടു. ഇതെല്ലാം ഫേഡ്. അത് ഇതെടുത്തു. ആ, ഇത് വലിയ പച്ച കൊണ്ടിയ. ഇത് മതി. അത് കനങ്ങില്ല. ഇത് മതി. ബഹമ്മത്ത് വെച്ചോണ്ടല്ലോ. നമ്മൾ തേങ്ങയും ചട്ടുകവും കത്തിയുമായിട്ട് പോകുന്നു. ആ തേങ്ങ ഇളയ തേങ്ങ വേണ്ടേങ്ങ കത്തി എടുത്തിന്. കരിഞ്ഞ ചൂട്. ആണുങ്ങൾ കിച്ചണിൽ കയറിയില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ചെട്ടുകൂടി എങ്ങനെ എടുക്കുമെന്ന് അറിയോണ്ടിരിക്കണം. ഇങ്ങ ശൂര കൊണ്ടെന്നാ പോരാഞ്ഞി. നാങ്ങിപ്പ ഇങ്ങോട്ട് നാടുപ്പാന എടുക്കൂടുങ്ങാലോ നീ. പഹത് കനലൊക്കെ പോകാ. തേങ്ങ, ഇളയ തേങ്ങ അടത്തിടുന്നു. ചുളല പോലത്തെ തേങ്ങാണ് കിട്ടി. അതാ നല്ലത്. മറ്റേ തേങ്ങ കൊറിയ അർച്ചനേനെ തപ്പ പിടിക്കുന്ന കാണുന്ന കൊറിയയിൽ ഇതൊക്കെ ഉണ്ടാവല്ലേ? അതന്നെ ചുട്ട ഫിഷ്. എന്തൊക്കെ കഴിച്ചെന്ന് അപ്പലല്ലേ? ബാക്കിയെല്ലാം ലൈവ് കഴിച്ചാ? ലൈവ് ഒന്നും കഴിക്കേണ്ട ആവശ്യം വരില്ല. ആകെ ഒക്ടോപ്പസ് മാത്രമേ ഉള്ളൂ കഴിക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയൊന്നും ലൈവില്ല. പച്ച ആദ്യം കുക്ക്ഡ്. ഓക്കെ, എല്ലാവരും തിന്നാൻ പോകുന്നു. ഞാനിവിടെ നോക്കി നിൽക്കും. കത്തി കൊണ്ടാ പിടിക്കട്ടെ. കത്തി മിസ്സാക്കിയ ഉമ്മ എന്നെ അവിടെ നിന്ന് മിസ്സാക്കും. വരൂ അസ്ലം ബ്രോ, മണം പിടിച്ച് വന്ന സ്ഥിതിക്ക് വരൂ. കൊള്ളാവോ? ആദ്യം പോയി കഴിച്ചോ. എങ്ങനെയുണ്ട്? കൊള്ളാവോ? മമ്മുന്റെ റെസിപ്പിയാണ് ഗൈസ്. അസ്ലം ബ്രോ കഴിക്കൂ. അങ്ങനെയൊക്കെയാണ് ഈ ഹരം കൊണ്ടാവുക. ഇവൻ ഡിമാൻഡ് ഇട്ടു വേണ്ടെന്ന് പറഞ്ഞിട്ട്. ഡിമാൻഡിന്റെ മോണ്ട കണ്ടു. ഇവിടെ ഞങ്ങൾക്കൊന്നും ബാധകമല്ല പറഞ്ഞിട്ട് റിയാസ് ഡോക്ടർ ഞങ്ങളെ നോക്കുന്നില്ല. പാവം അസ്ലം നീ വിളിച്ചിട്ട് വന്നിരിക്കട്ടെ. ഇത് അവിടെ കാണുന്ന ലൈറ്റ് കണ്ടോ? ഈ ലൈറ്റ് അത് കടലിന്റെ അടിയിലുള്ള ലൈറ്റ് ആയിട്ടോ. കടലിന്റെ അടിയിൽ ലൈറ്റ് ഇട്ട് ഈ ഡൈവേഴ്സ് മുഴുകി പോയിട്ട് മീനിനെ പിടിക്കും. ആ ലൈറ്റാണ് ഈ കാണുന്ന കടലിന്റെ അകത്ത് കാണുന്നത്. ആ, എന്നാ നോർമൽ കണ്ണാടി വെക്കുന്ന ആൾക്കാർ. ഇവർ ഈ ഗ്രില്ല് ചെയ്ത് കഴിക്കുന്നത് വച്ച എന്ന് പറഞ്ഞിട്ടുള്ളൊരു മീനാണ്.
നമ്മുടെ ഇവിടെ ഇതിന് ഫറടം എന്ന് പറയും. ഒരു കാര്യം അറിയോ? ഓക്കെ, അപ്പൊ കഴിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ തിരിച്ചു പോകുന്നു. നിങ്ങൾ എൻജോയ് ചെയ്തോ? അടിപൊളി അടിപൊളി. മുझे ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. നമ്മൾ ഈ തീ കെടുത്താൻ പോകുന്നു. കെടുത്തു. നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യും. ഇപ്പുറത്തെല്ലാം മൂലബല ഇട്ടിനെ. ഇവിടെ മറ്റേ നമ്പിച്ചക്കറി പോയിട്ട്. ഓക്കെ, അപ്പോൾ ഗ്രില്ലൊക്കെ ചെയ്ത് ഇവര് നാളെ പോവുകയാണ് ഗൈസ്. ലക്ഷദ്വീപിൽ ഇൻഷാല്ല എപ്പോഴും വന്നോളൂ, എപ്പോഴും സ്വാഗതം. അർച്ചന പിന്നൊന്നും മിണ്ടില്ല, അവിടെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ ഇവര് നാളെ അഗത്തിയിൽ പോവല്ലേ? ഡോക്ടർ റിയാസ് പോകുന്നുണ്ടോ കൊച്ചിയിൽ? അപ്പൊ നിങ്ങൾ ഡോക്ടർ റിയാസിനെ ബ്ലോഗ് ഇടും. ഇതൊന്നും എന്നെ പറയും. തലേണ വെച്ച് മറച്ചു. ഓക്കെ, അവർ പോകുന്നു. ഗ്രില്ല് എടുത്തോണ്ട് മമ്മ പോകുന്നു. അവർ പോകുന്നു ഗായ്സ്. ടാറ്റാ ഗായ്സ്. ബൈ ബൈ.